കേരളത്തിൽ പുതിയൊരു ജില്ല വരുമോ? അത്തരമൊരു ആവശ്യമാണ് ഉയരുന്നത്. അതും തലസ്ഥാന ജില്ലയിലാണ് പുതിയ ജില്ല വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി മുഖ്യമന്ത്രിക്ക് ഭീമഹർജിയും നൽകി. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ച് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് സംഘടനയുടെ ആവശ്യം. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച 6 ലക്ഷം ഒപ്പുകൾ അടങ്ങിയ ഭീമഹർജിയാണ് സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണപിള്ള മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നെയ്യാറ്റിൻകര. വയനാടിനേക്കാളും കുറവാണിത്. അവിടെ മാറ്റമുണ്ടാക്കുവാൻ ജില്ലാ രൂപീകരണം കൊണ്ടേ സാധിക്കൂ എന്നാണ് ഹർജിക്കാർ അവകാശപ്പെടുന്നത്. ആവശ്യത്തോട് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് സംഘടന പറയുന്നത്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ച ശേഷം പുതിയ ജില്ലകൾ രൂപീകരിക്കാത്തതിനാൽ കേന്ദ്ര വിഹിതത്തിലും ഏകീകൃത വികസനത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാകുന്നു എന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വലിയ നേട്ടമുണ്ടാക്കിയെന്നും ഹർജിക്കാർ പറയുന്നു. നെയ്യാറ്റിൻകര ലത്തീൻ രൂപത മോർസിംഗർ ഫാദർ ജി ക്രിസ്തുദാസ്, അരുവിപ്പുറം മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമികൾ, കെ അനിസലൻ MLA, CSI സഭ മുൻ സെക്രട്ടറി ഡി ലോറൻസ്, കാരോട് അയ്യപ്പൻ നായർ, കൈരളി ജി ശശിധരൻ, അഡ്വക്കേറ്റ് M മുഹിയുദ്ദീൻ, കാരോട് പത്മകുമാർ, കാരോട് സുധാകരൻ നായർ, R ജയകുമാർ, കെ ശശിധരൻ നായർ എന്നിവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ഹർജി നൽകിയത്. കേരളത്തിൽ നിലവിൽ 14 ജില്ലകളാണുള്ളത്. സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഇത്രയും ജില്ലകളില്ലായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിവയായിരുന്നു രൂപീകരണ സമയത്ത് കേരളത്തിലെ ജില്ലകൾ. 1954 ജനുവരി 1 മലബാർ ജില്ലയെ വിഭജിച്ച് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 പുതിയ ജില്ലകൾ രൂപീകരിച്ചു. അതോടെ മലബാർ ജില്ല ഇല്ലാതായി. 1957 ഓഗസ്റ്റ് 17 കോട്ടയം, കൊല്ലം എന്നീ ജില്ലകൾ വിഭജിച്ച് ആലപ്പുഴയുടെ പിറവി. തൃശ്ശൂർ, കോട്ടയം ജില്ലകളെ വിഭജിച്ച് 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകരിച്ചു. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഇത് കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ ചില പ്രദേശങ്ങൾ ചേർത്തായിരുന്നു. 1972 ജനുവരി 26 ഇടുക്കി ജില്ല നിലവിൽ വന്നു. എറണാകുളം, കോട്ടയം ജില്ലകൾ വിഭജിച്ചായിരുന്നു ഇടുക്കി ജില്ല രൂപീകരിച്ചത്. 1980 നവംബർ 1 കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന തെക്കൻ വയനാടും കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന വടക്കൻ വയനാടും കൂട്ടിച്ചേർത്ത് വയനാട് ജില്ല രൂപീകരിച്ചു. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത്. ഇത് കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലെ ഭാഗങ്ങൾ ചേർത്താണ് രൂപീകരിച്ചത്. 1984 മെയ് 24 അവസാനത്തെ ജില്ലാ രൂപീകരണം. കണ്ണൂർ ജില്ലയെ വിഭജിച്ച് കാസർഗോഡ് ജില്ല നിലവിൽ വന്നു.